ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് NCERT സിലബസ് സ്റ്റാൻഡേർഡ് 9 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ അവലാഞ്ചേഴ്സ്, ഗോർഡ്സ് ആൻഡ് ഡസ്റ്റ് സ്റ്റോംസ്. ഫസ്റ്റ് അബൌട്ട് അവലാഞ്ചേഴ്സ്. അവലാഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിമപാതം. കുത്തനെയുള്ള പർവ്വതച്ചെരുവുകളിൽ മഞ്ഞ് പെട്ടെന്ന് അസ്ഥിരമാകുമ്പോഴാണ്, അതായത് ഇളകി താഴേക്ക് പതിക്കുമ്പോഴാണ് ഹിമപാതം അഥവാ അവലാഞ്ചേഴ്സ് ഉണ്ടാകുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന കനത്ത മഞ്ഞുവീഴ്ച മഞ്ഞുപാളികൾക്ക്, അതായത് സ്നോ പാക്സിന് അമിതഭാരം നൽകുകയും പ്രത്യേകിച്ച് ഈ മഞ്ഞുപാളികൾ ബലമില്ലാത്തതോ ഇളകിക്കിടക്കുന്നതോ ആയ മഞ്ഞുപാളികൾക്ക് മുകളിലായിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ് മഞ്ഞ് ഭാഗികമായി ഉരുകുവാൻ, അതായത് പാർഷ്യൽ മെൽറ്റിങ്ങിനും അതിൻ്റെ ഫലമായി മഞ്ഞിനെ ഒന്നിച്ചു നിർത്തുന്ന ഘർഷണം, അതായത് ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ശക്തമായ കാറ്റ് മഞ്ഞിനെ ഒരേപോലെ അല്ലാതെ പലയിടങ്ങളിലായി കുന്നുകൂട്ടുകയും, ദാറ്റ് ഈസ് പൈൽ അപ്പ് സ്നോ അൺഈവൻലി, അതിലൂടെ എളുപ്പത്തിൽ തകരാൻ സാധ്യതയുള്ള, അതായത് ദുർബലമായ ഫ്രാജൈൽ ലെയേഴ്സ് രൂപപ്പെടാനും കാരണമാകുന്നു. ഭൂകമ്പം, ഭൂമികുലുക്കം തുടങ്ങിയ പ്രകൃതിദത്ത കാരണങ്ങളും സ്കീയിങ്, ട്രക്കിംഗ്, മലമ്പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള മനുഷ്യപ്രവർത്തനങ്ങളും മഞ്ഞുമൂടിയ ചെരുവുകളുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ച് മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. നെക്സ്റ്റ് അബൌട്ട് ഗ്ലോവ്സ്, അതായത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്സ്, ഗ്ലേഷ്യൽ തടാക സ്ഫോടന പ്രളയങ്ങൾ. പ്രകൃതിദത്തവും കാലാവസ്ഥാപരവുമായ കാരണങ്ങളാൽ, ദാറ്റ് ഈസ് ഡ്യൂ ടു നേച്ചുറൽ ആൻഡ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് ഗ്ലേഷ്യൽ ലേക്സിൽ നിന്നും, അതായത് മഞ്ഞു മലത്തടാകങ്ങളിൽ നിന്ന് പെട്ടെന്ന് വൻതോതിൽ വെള്ളം പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് ഗ്ലേഷ്യൽ തടാക സ്ഫോടന പ്രളയങ്ങൾ ഉണ്ടാകുന്നത്. താപനില ഉയരുന്നത് മൂലം മഞ്ഞുമലകൾ വേഗത്തിൽ ഉരുകുന്നത് ഈ തടാകങ്ങളുടെ വലിപ്പവും ജലനിരപ്പും വർദ്ധിപ്പിക്കുന്നു. ഇത് മഞ്ഞോ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മണ്ണും പാറക്കല്ലുകളും മൊറൈൻസ് കൊണ്ട് നിർമ്മിതമായ അവയുടെ നേച്ചുറൽ അണക്കെട്ടുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. കനത്ത മഴയോ ശക്തമായ മഞ്ഞുവീഴ്ചയോ ഈ തടാകങ്ങളിലെ വെള്ളത്തിൻ്റെ അളവ് വീണ്ടും വർദ്ധിപ്പിച്ചേക്കാം. ഭൂകമ്പങ്ങൾ, അവലാഞ്ചസ് അല്ലെങ്കിൽ ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടലുകൾ എന്നിവ തടാകത്തിൽ ആഘാതം സൃഷ്ടിക്കുകയോ അണക്കെട്ടിനെ ദുർബലപ്പെടുത്തുകയോ, അതായത് ശക്തി കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അണക്കെട്ട് പെട്ടെന്ന് തകരുന്നതിന് കാരണമാകുന്നു. തൽഫലമായി കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ഒഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രളയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റുകൾ. ശക്തമായ കാറ്റ് ഉണങ്ങിയതും അയഞ്ഞതുമായ മണ്ണും മണലും, ദാറ്റ് ഈസ് ലൂസ് ഡ്രൈ സോയിൽ ആൻഡ് സാൻഡിനെ വായുവിലേക്ക് ഉയർത്തുന്നതാണ് ഡസ്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. പ്രൊലോങ്ഡ് ഡ്രോട്ട്, അതായത് നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കുറഞ്ഞ മഴയും മണ്ണിനെ ഉണക്കുന്നു. ഇത് കാറ്റിന് മണ്ണിലെ ചെറിയ കണികകളെ എളുപ്പത്തിൽ പറത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. മണ്ണ് ഇളകിയതും വരണ്ടതുമായി കാണപ്പെടുന്ന മരുഭൂമികളിലും സെമി അരിഡ് പ്രദേശങ്ങളിലും, അതായത് വർഷത്തിൽ കുറച്ചു മാത്രം മഴ കിട്ടുന്ന പ്രദേശങ്ങളിലുമാണ് സാധാരണയായി പൊടിക്കാറ്റുകൾ ഉണ്ടാകാറുള്ളത്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഓവർ ഗ്രേസിംഗ്, അമിതമായി കന്നുകാലികളെ മേയ്ക്കൽ അല്ലെങ്കിൽ മോശം കൃഷിരീതികൾ എന്നിവ കാരണം
എന്നിവ കാരണം സസ്യങ്ങളുടെ കുറവ് ഉണ്ടാകുകയും ദാറ്റ് ഈസ് സ്പെയേഴ്സ് വെജിറ്റേഷൻ കവർ മണ്ണിന് സംരക്ഷണം ഇല്ലാതാകാൻ കാരണമാവുകയും ചെയ്യുന്നു. സാധാരണയായി സസ്യങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളും പൊടിക്കാറ്റുകൾ പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയും തീവ്രതയും വർദ്ധിപ്പിച്ചേക്കാം. Dear children, this is about today's class. If you like my class, please subscribe and share. If you have any doubt, please put it in the comments box. Thank you.